മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒടുവിലതാ നമ്മുടെ രോഹിത് രേവതിക്കുട്ടിയോട് പ്രണയം പറയാനായിട്ട് ഒരുങ്ങുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അലീനയുടെ രഹസ്യം മനസ്സിലാക്കുന്ന വൈജയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് വൈജയോട് ശിവൻ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ, പിന്നെ നീ എന്തർത്ഥത്തിലാണ് ബാലചന്ദ്രനെ ഉപേക്ഷിച്ച് എവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഒന്നും പറയാൻ പറ്റാതെ വൈജയന്തി നിൽക്കുന്നു. നിന്നോട് പലതവണ പറഞ്ഞതാണ് അവിടേക്ക് പോകാനായിട്ട്, എന്നിട്ടും നിന്നെ അയാൾ കയറ്റി, പക്ഷെ നീ അവിടെ പിടിച്ചു നിന്നില്ല. നീ അയാളെ അവിശ്വസിച്ച് ഇവിടേക്ക് വന്നു, എന്നിട്ടിപ്പോൾ ന്യായം പറയുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാഞ്ഞിട്ടും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചതിക്കുകയൊന്നും ആയിരുന്നില്ല, നീ തന്നെ ഏറ്റുവാങ്ങിയതാണ് ഇതെല്ലാം. നീയാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം, എല്ലാത്തിൻ്റെയും ആണി. എന്നോട് പലതവണ ഞാൻ പറഞ്ഞതാണ് ബാലചന്ദ്രൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്യില്ല എന്ന്, പക്ഷെ നീ അത് ഉൾക്കൊണ്ടില്ല, വിശ്വസിച്ചില്ല. 25 വർഷം താമസിച്ചിട്ടും ബാലചന്ദ്രനെ മനസ്സിലാക്കാനായിട്ട് നിനക്ക് കഴിഞ്ഞില്ല അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി ആകെ സങ്കടപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഉള്ള മടക്ക യാത്രയിലാണ് അവിടെ, അതായത് എറണാകുളത്തേക്ക് പോയ അലീനയെയും കൃഷ്ണയെയും ബബിതയും രോഹിത്തും എന്ന് കാണാം. ഇതേ സമയം രോഹിത് യാത്ര പറയാനായിട്ട് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച മാതിരിയൊന്നുമല്ല നിങ്ങൾ ഇത്രയും കൂടി നല്ല ആളാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ, സന്തോഷം എന്ന് പറയുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ ഞാൻ സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ നന്മയുടെ വഴിയിലാണ്, പാതയിലാണ് എന്ന് നമ്മുടെ രോഹിത് രേവതിക്കുട്ടിയോട് പറയുമ്പോൾ, എപ്പോഴും അത് തന്നെയാണ് വേണ്ടത്. രോഹിത് തെറ്റ് ചെയ്താൽ അത് തിരുത്തുക തന്നെ ചെയ്യണം, അല്ലാതെ അതിന് പിന്നാലെ പോവുകയല്ല വേണ്ടത്. ഇവൻ കാരണം, ഹരി കാരണമാണ് നിങ്ങൾ ഇത്രയും തിരിച്ചറിവിലെത്തിയത്. എപ്പോഴും ഈ തിരിച്ചറിവാണ് വേണ്ടത് എന്ന് പറയുന്നു. ഇതേ സമയം രോഹിത്തിൻ്റെയും രേവതിക്കുട്ടിയുടെയും മനസ്സിൽ ഒരിഷ്ടം ഉടലെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അവരത് തുറന്നു പറയുമോ എന്നൊക്കെ കണ്ട് തന്നെ കാണണം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.